ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വില്ലേജ് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഒരു ആടിനെ ഇന്ന് മേടിച്ചു. നമ്മൾ മുട്ടനെ അങ്ങ് മേടിച്ചിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത് നമ്മൾ പേരോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റത്തിൻ്റെ സംഭവം നമുക്കൊരു ഐഡിയ ഉണ്ട്. അത് വെച്ച് നമ്മളൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പുറത്ത് നല്ല അടിപൊളി മഴ നടക്കുകയാണ്. മഴയും കാരണം നമ്മളിവിടെ ടാർപ്പയൊക്കെ വലിച്ചു കെട്ടിയാണ് നമ്മൾ പിന്നെ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കണം. കാരണം ഇതിലുള്ള എന്താ പറയുക, അഴുക്ക് നമ്മൾ കട്ടി മേടിച്ച് കാരണം കുറച്ച് അഴുക്കും കാര്യങ്ങളെല്ലാം ഒന്ന് പോകണം. നമ്മളെത്ര ക്ലീൻ ചെയ്താൽ ആ ഒരു ഇതിനകത്തുള്ള എന്തെങ്കിലും വിഷാംശമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഫുള്ള് ആദ്യം നമ്മളൊന്ന് മഞ്ഞപ്പൊടിക്ക് ഒന്ന് തേച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക. നമുക്ക് ആദ്യം ഇതിലേക്ക് എല്ലാം ഒന്ന് മഞ്ഞപ്പൊടി ഒന്ന് തേച്ച് എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആടിലേക്കെല്ലാം മഞ്ഞപ്പൊടി എല്ലാം തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ നമ്മൾ അടർച്ചയ്ക്കൊരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു യൂറിൻ്റെ ഒരു സ്മെല്ല് വരും. അത് പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഉപ്പിട്ട് വെക്കുക. നമ്മൾ പൊടിയുപ്പല്ല ഉപയോഗിക്കുന്ന കല്ലുപ്പ്. ഈ ഉപ്പിനകത്ത് ഇത് ഫുള്ള് നമ്മൾ ഉപ്പിട്ട് വെക്കുക. കാരണം കുറച്ച് നേരം ഈ ഉപ്പിട്ട് വെച്ച് നമ്മൾ ഈ ഉപ്പിനകത്ത് ഇത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഈ ആടിലെ ആ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ചുവ മാതിരിയുണ്ട്, അതെല്ലാം അങ്ങ് പോയി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 കവർ കല്ലുപ്പ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആടിലേക്കെല്ലാം ഉപ്പെല്ലാം നല്ലപോലെ എല്ലാം തേച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആടിലെ ഉപ്പെല്ലാം ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി. ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ബെഞ്ചിലേക്ക് അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം ഒഴിക്കണം, വെള്ളം തെറിപ്പിക്കാം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ആടിൻ്റെ ആ ഒരു എന്താ പറയുക ആ സ്മെല്ലും കാര്യങ്ങളെല്ലാം അങ്ങ് പോയി കിട്ടും. അത് ഇതെന്തോ അപ്പോൾ നമ്മുടെ ആടിവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല എല്ലാം ഒന്ന് പെട്ടെന്ന് പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ആ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയിലേക്ക് മസാലയൊക്കെ നല്ല വൃത്തിയായിട്ടങ്ങ് പിടിക്കും. മെയിനായിട്ട് നമ്മുടെ തുടഭാഗത്തൊക്കെ കാരണം മാംസം കൂടുതലുള്ള സൈഡൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് നല്ലപോലെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ആടെല്ലാം നല്ലപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വരഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പെടലിയും കൈയും കാലും ആ ലൊക്കേഷൻ ആ ഒരു സൈഡ് മാത്രമേ നമ്മൾ വരഞ്ഞിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ വയറ് ഭാഗമൊന്നും നമ്മൾ വരഞ്ഞിട്ടില്ല. കാരണം നമുക്കിത് വരഞ്ഞ് കഴിഞ്ഞാൽ അത് കീറിപ്പോവും. നമുക്കിതുകൊണ്ട് വേറെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വരാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതാണ്. അതിനുശേഷം ഇഞ്ചി ചതച്ചത്, പിന്നീട് മുളക് പൊടി,
ഒരല്പം മല്ലിപ്പൊടി, അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് റെഡ് ചില്ലി സോസ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് ചതച്ചത്, അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ചില മീറ്റ് മസാലയും കൂടെ ചേർക്കണം. കുറച്ച് മീറ്റ് മസാല, ഇത്ര ഐറ്റംസും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ആട്ടിലേക്കെല്ലാം മസാല എല്ലാം നമ്മൾ നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പം നാരങ്ങ നീരും കൂടെ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ച് അതും കൂടെ നല്ലപോലെ നമുക്ക് ഇതിലേക്കൊന്ന് തേച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആട്ടിലേക്കെല്ലാം മസാല എല്ലാം നല്ല അടിപൊളിയായിട്ടെല്ലാം നാരങ്ങ നീരും എല്ലാം പിഴിഞ്ഞൊഴിച്ച് മസാല എല്ലാം ചേർത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇറച്ചിയിലേക്ക് മസാല എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു 1/4 മണിക്കൂർ ഇതൊന്നിങ്ങനെ ഒന്ന് വെക്കാം നമുക്ക്. അന്നേരത്ത് നമുക്ക് ബാക്കിയുള്ള കുറച്ച് പരിപാടികളുമുണ്ട്, അതെല്ലാം നമുക്ക് റെഡിയാക്കാം. അടുപ്പ് റെഡിയാക്കണം, പിന്നെ ഇതിനകത്തേക്കുള്ള വേറെ അഡീഷണൽ നമുക്ക് വേറെ വെറൈറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പിലുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുപ്പൊന്ന് കത്തിച്ചേക്കാം. നമ്മുടെ പാത്രമല്ല നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിപ്പോൾ ഏകദേശം ഒരു 1/4 കിലോയ്ക്ക് മേളിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കാഷ്നട്ട്, ബദാം, പിന്നെ ഇതിലേക്ക് കിസ്മിസ്, ഇത്രയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഏകദേശം നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് ഒരു പാത്രത്തിനകത്ത് തികയത്തില്ല, മറ്റേ ഒരു പാത്രം കൂടെ വേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ ആ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത ഇതിനകത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളിപ്പം സവാളയും പിട്ടിനകത്തിൻ്റെ ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാപ്സിക്കം, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ്. പിന്നെ കോളിഫ്ലവർ, ഇത്ര ഐറ്റംസ് നമ്മളിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അധികം ഒന്നും ഇതാക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ഐറ്റംസ്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഈ വാട്ടി വെച്ച നമ്മൾ ഉള്ളി, സവാള ഐറ്റംസ്, അത് നമ്മൾ മൊത്തം എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഐറ്റത്തിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് നിറയ്ക്കണം. അല്ലേ, ഒരാൾ ഇതിലൊന്ന് പിടിക്കുമോ? അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ, ആദ്യം ആ വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്.
അതിനുശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്നട്ട്, കിസ്മിസ്, ബദാം, ഇത്ര ഐറ്റംസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് നിറയ്ക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ വെജിറ്റബിൾസ് ഐറ്റംസ് എല്ലാം ഇതിനകത്തേക്ക് നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആടിനകത്തേക്ക് നമ്മളെല്ലാം നമ്മുടെ വെജിറ്റബിൾസ്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് തുന്നി തയ്ക്കണം, എൻ്റെ വയറൊന്ന് തുന്നി തയ്ക്കണം, അത് വെളി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആടെല്ലാം നല്ല വയറെല്ലാം ഇതാണ്ടോ തുന്നി എല്ലാം നല്ല സ്റ്റിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് ഇവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്കിനി അടുപ്പിലേക്ക് കയറ്റാൻ പോകാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ചുകൂടെ ഐറ്റംസ് നമ്മുടെ പാത്രത്തിലേക്ക് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുട്ടക്രോസ് ചെറിയ പീസായിട്ട് അരിഞ്ഞത്, ഇത്ര ഐറ്റം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് ബാക്കി ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു ശകലം വെളുത്തുള്ളി ചതച്ചത്, നമ്മുടെ ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത് കുരുമുളക് പൊടിയാണ്, കുരുമുളക് ചതച്ചത്, നമുക്ക് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ഗരം മസാലയല്ല മീറ്റ് മസാലയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ നമ്മുടെ വെജിറ്റബിൾസ്, നമ്മുടെ മസാല എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നമ്മൾ അതിൻ്റെ തണ്ടെല്ലാം കൂടെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കൊണ്ട് അതിനകത്ത് നമുക്ക് വേവിക്കണമല്ലോ. ഇവനെ നമുക്ക് അതിനകത്ത് കൊണ്ടിടാം. അപ്പോൾ നമുക്ക് പതിയെ ഇവനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ചിട്ട് നടപ്പാണിത്. അപ്പോൾ ഈ മസാലയും കൂടെ ജസ്റ്റ് നമുക്ക് ഇതിനകത്തേക്കൊന്ന് കഴിയാൻ ഒഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ അഡീഷണൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ മസാലയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നേരത്തെ മട്ടണിലേക്ക് പിടിപ്പിക്കാനായിട്ട് നേരത്തെ തേച്ച് വെച്ച മസാലയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എന്താണ് മട്ടനെല്ലാം റെഡി ആയിട്ടുണ്ട്. സംഭവം കാരണം വെളിയിൽ നല്ല മഴയായിരുന്നു. നമ്മളിപ്പോൾ എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇരുട്ടിപ്പോയി. കാരണം ലൈറ്റിൻ്റെയും കാര്യങ്ങളുടെ പ്രശ്നം കാരണം നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം സംഭവം ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നതേ ഉള്ളൂ. പുറത്ത് നല്ല മഴ നടക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിന് എങ്ങനെയുണ്ടോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, എല്ലാം നല്ല കിടുക്കാച്ചി നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനകത്ത് അതിൻ്റെ പള്ള എല്ലാം പൊട്ടി നമ്മൾ വെച്ചത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെളി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സെറ്റായിട്ട് സംഭവം നല്ല കിടുക്കാച്ചിയായിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൺ ഇപ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് തൂക്കിയെടുക്കാം സാധനം. ഓൾറെഡി എല്ലാം വെന്ത് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. എടുത്തപ്പോൾ തന്നെ അടർന്ന് പോവാണ് സംഭവം.
അപ്പോൾ ഇതാണ്ട് ഓൾറെഡി ഇതെല്ലാം പൊട്ടി നമ്മുടെ ബദാമും നമ്മുടെ കാഷ്നട്ടും കിസ്മിസും എല്ലാം വെളിയിൽ ചാടി. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ സംഭവം നോക്കണ്ടേ. അപ്പോൾ ശലം വാരിയലിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ശലം പീസ് എടുത്ത് പോകണം. അപ്പോൾ നല്ല വെന്ത് നല്ലതാണ്, നല്ല പുട്ട് മാതിരി വെന്ത്. ആഹാ അടിപൊളി. ഇതാണ്ടോ നല്ല അമ്മാതിരി ഇതാണ് വെന്ത്, നല്ല പുട്ട് മാതിരി വെന്ത്. അപ്പോൾ ഇതായാലും ഒരു പീസും ശകലം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ. വാ ഒരു രക്ഷയില്ല. കാരണം ഇതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അന്യ ടേസ്റ്റ്. ഇത് ഒന്നും പറയണ്ട, നമ്മളെ പരീക്ഷണമാണെങ്കിലും സംഭവം ക്ലിക്കായി, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ ബാക്കിയുള്ളവരെ കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ഫ്രണ്ട് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടോ നോക്കും കൂട്ടാ. ജീവേ ബാ എടുക്കണി. ഇനി ഓരോ പീസും ആ ഗ്രേവിയും കൂടെ മുക്കി അങ്ങോട്ട് കഴിച്ചു. ഞാൻ ഈ മേളിൽ എടുക്കാം, അതിൻ്റെ കൂടെ എല്ലാം പീസ് കിടപ്പുണ്ട്. സംഭവം ആണോട്ടാ നമ്മുടെ അകത്തെ വെജിറ്റബിൾസ് ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഈ ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ഈ കാഷ്നട്ട് വെജിറ്റബിൾസ്, മെയിനായിട്ട് ഈ വെജിറ്റബിൾസ് തന്നെ ഈ ഗ്രേവി കൂട്ടി കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒന്നും പറയല്ല, അത് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി തന്നെ പറ്റിയ പുതിയ വീഡിയോ എത്ര പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നല്ല അടിപൊളി മഴ നടക്കുകയാണ്. അപ്പോൾ മഴയില്ല, നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ഓക്കെ ബൈ.